Good morning. Good morning. Yes. Good morning, ma'am. Good morning. സുഖല്ലേ എല്ലാവർക്കും? Good morning, ma'am. Yes, ma'am. ഫൈവ് സിക്സ് സെവൻ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? എല്ലാവരുടെയും ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ ഫ്രീ ആയി. ഇനി എഴുത്തുകാരുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? മോഡലല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുത്തിലുള്ളവരുടെ. അതുകൊണ്ട് കുറച്ച് അധികം ആളുകളെ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. യെസ്, നമ്മുടെ ഈ കോഴ്സ് ഇതിനൊപ്പം തന്നെ ഏകദേശം അധികം വ്യത്യാസമില്ലാതെ തീർന്നു പോയാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാകും അല്ലേ? കാരണം നമ്മളത് പഠിച്ച് അതിനൊപ്പം തന്നെ പി ജി കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ക്ലാസ്സസ് മിസ് ചെയ്യാതെ. അതും വേണം ഇതും വേണം, രണ്ടും കൂടി. അപ്പൊ സമയം കൂടുതൽ ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു കോഴ്സ് പഠിച്ച് അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടുത്ത സ്റ്റേജിലെ ഹയർ സ്റ്റഡീസിന് പോകുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് 2 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ അല്ലെ? ദിവസത്തിൽ ഒരു 2 മണിക്കൂർ ക്ലാസ്സസ് ഉള്ളൂ. അപ്പൊ അതിൽ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റെക്കോർഡഡ് ക്ലാസ് കാണുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, മറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതെല്ലാം ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്ന് കുറച്ചുകൂടി ആ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സാധ്യതകളുടെ ആ ഒരു പ്രോബബിലിറ്റി നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടുകൂടി കണക്കിലെടുത്തിട്ടാണ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് മാക്സിമം പറ്റുന്നവരൊക്കെ ക്ലാസ്സസ് കാണാനായിട്ട്, ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവര് അത് മിസ് ചെയ്യാതെ കാണാനും കൂടിയിട്ടാണ് ഞാനിതിപ്പോ റെക്കോർഡ് ചെയ്തിട്ട് ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് അവിടെ കിടക്കട്ടെ, പെൻഡിങ് കിടക്കട്ടെ, ഇത് ലാസ്റ്റ് എല്ലാം കൂടി അതിനേക്കാൾ നല്ലത് എന്റെ ആ ടോപ്പിക്കൊക്കെ ആ തുടക്കത്തെ 1-2 പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഏകദേശം നമുക്ക് എന്താ പറയാ, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്നത് അല്ലെ? HRM-ന്റെ, അതായത് അതിന്റെ പാഠത്തിന്റെ ചാപ്റ്ററിന്റെ പേര് സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്നാണ്. അപ്പൊ ഇന്റർവ്യൂവിന് മുമ്പുള്ള കാര്യങ്ങൾ, ഇന്റർവ്യൂവിന് ശേഷമുള്ള കാര്യങ്ങൾ, ഇന്റർവ്യൂവിന്റെ സമയത്ത് നടത്തുന്ന പ്രിപ്പറേഷൻസ് ബൈ ദ ഓർഗനൈസേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്റർവ്യൂവിൽ അവർ ചെന്നിരുന്നാൽ മതി, അവർക്ക് അവരുടെ വായി തോന്നി കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നല്ല. അതേ വെൽ പ്രിപ്പയർഡ് ഫോർ കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ. തീർച്ചയായിട്ടും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നല്ലൊരു പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഓർഗനൈസേഷൻ വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ അവര് എന്താ പറയാ, ഈ ഓഫർ ലെറ്റർ കൊടുക്കുന്നത്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക്, കാൻഡിഡേറ്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവർ ക്യാരി ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ അവിടെ അത് അറ്റൻഡ് ചെയ്യുകയും നമ്മൾ എങ്ങനെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ ഒരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഓക്കെ ആണോ എന്ന് നോക്കണം. അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സിഗ്നേച്ചർ ഇട്ടിട്ട് തിരിച്ച് അതിന്റെ ആ ഒരു നമ്മളുടെ ഒരു എന്താ പറയാ കൺഫർമേഷൻ നമ്മൾ തിരിച്ച് അവർക്ക് മെയിലിലൂടെയോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അവർ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമ്മൾ തിരിച്ചയക്കണം അല്ലെ? അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിലൂടെ, ആ സിഗ്നേച്ചറിലൂടെ നമ്മളത് എന്താ പറയാ നമ്മളത് കൺഫേം ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഏതെങ്കിലും തരത്തില് എന്താ പറയാ ഓക്കെ ആകാത്ത ചില സ്റ്റേറ്റ്മെന്റുകളോ ടേംസ് ആൻഡ് കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് സജഷൻസ്. അത് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു ദ ഓർഗനൈസേഷൻ വെദർ ടു അക്സെപ്റ്റ് സച്ച് സജഷൻസ്. എന്നാൽ നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ആ സജഷൻസ് സ്വീകരിക്കണോ വേണ്ടേ എന്ന് നോക്കേണ്ടത് ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ഒരു ഭയങ്കര വലിയ എന്താ പറയാ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള, സ്മാർട്ട് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. അവരെ നമുക്കത് വിട്ടുകളയാൻ പറ്റില്ല. എന്നാൽ അവരൊരു സജഷൻ അവരുടേതായ രീതിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ചില മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഐ എം നോട്ട് അഗ്രീയിങ് അല്ലെങ്കിൽ ഐ എം നോട്ട് ആക്സെപ്റ്റിംഗ് എന്ന് ആൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇവർക്ക് ആ ഒരു കാൻഡിഡേറ്റിനെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് എങ്കിൽ എന്ത് ചെയ്യണം, അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് മാറ്റം വരുത്തേണ്ടി ആ ആൾക്ക് വേണ്ടി, ആ പർട്ടിക്കുലർ പേഴ്സൺ വേണ്ടി. ഓക്കെ, അപ്പൊ അത് ഇറ്റ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ?
അത്ര വായിച്ചു നോക്കിയാൽ സിമ്പിൾ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടായി. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് പ്രൊബേഷൻ പീരീഡും അതുപോലെ തന്നെ പറഞ്ഞു അല്ലെ. അപ്പോ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് at the time of joining, സ്റ്റാഫ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് all the things which are done by the staff, ആ കാൻഡിഡേറ്റ് അവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക ബൈ ദ മാനേജ്മെന്റ്. അവരെ മോണിറ്റർ ചെയ്യുക, അവർക്ക് ആ മോണിറ്റർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺഫേം ദെയർ അപ്പോയിന്റ്മെന്റ്. ആ ഒരു അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള മോണിറ്ററിങ്ങും ഇവാലുവേഷൻസും സ്റ്റാഫിനെ ചെയ്യുന്നത് അല്ലെ. അതിനൊരു പീരീഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ക്ലോസ് ഫയൽ, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന് മുന്നേ പഠിച്ചിട്ട് കുറെ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസും അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത്, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്ന സമയത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ പറഞ്ഞു. അതിനകത്ത് 5th ക്ലോസില് ക്ലോസ് നമ്പർ 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൊബേഷണറി പീരീഡിനെ സംബന്ധിക്കുന്ന കാര്യമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു 6 months. ഏകദേശം 6 മാസമാണ് ജോയിനിങ് ടൈം തുടങ്ങി 6 months ആണ് പ്രൊബേഷൻ പീരീഡ് എന്ന് നമ്മൾ കണ്ടു. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദാറ്റ് പ്രൊബേഷൻ പീരീഡ്, നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ഇവാലുവേഷൻസ്, മോണിറ്ററിങ്ങും ഇവാലുവേഷൻസിന്റെ ബേസിസിൽ, ആൻഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് വെറുതെ അല്ല, വ്യക്തിപരമായിട്ടുള്ള ഇവാലുവേഷൻ ഒന്നുമല്ല, പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അക്കോർഡിംഗ് ടു ദ സ്ട്രിക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് പോളിസിയാണ്. അതായത് HR പോളിസി പ്രകാരമാണ് ഓരോ വ്യക്തികളെയും എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അതനുസരിച്ചിട്ടാണ് കൺഫർമേഷൻ എന്ത് ചെയ്യുന്നത്, അപ്രൂവ് ചെയ്യുന്നത് ബൈ ദ മാനേജ്മെന്റ്. ഓക്കെ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് എന്താ പറയാ, ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ കമ്പനി നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഗിവൺ ടാസ്ക്, ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് വെദർ ദേ ആർ കേപ്പബിൾ ടു പെർഫോം, ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ അവർ കേപ്പബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ എന്താ പറയാ കപ്പാസിറ്റി, കേപ്പബിലിറ്റി, ടീം വർക്ക്, പെർഫോമൻസ്, ഡോക്യുമെന്റേഷൻസ്, ആൻഡ് ഓൾസോ ദ ഇന്ററാക്ഷൻസ് വിത്ത് അതർ കൊളീഗ്സ്, അവരുടെ കൂട്ട് ജോലിക്കാരുമായിട്ടുള്ള കൊളീഗ്സ്, അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ഇവരുടെ എന്താ പറയാ ഡീലിങ്സ്, അതായത് അവരുടെ ഇന്ററാക്ഷൻസ്, ഇങ്ങനെ മാത്രമല്ല സബോർഡിനേറ്റ്സിനോടും അതുപോലെ തന്നെ സുപ്പീരിയേഴ്സിനോടും ഒക്കെ എങ്ങനെയാ പെരുമാറുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ഇവാലുവേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം മാത്രമല്ല. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തി ഫൈനൽ അസസ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയാ പെർഫോമൻസ് അപ്രൈസ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പെർഫോമൻസ് അപ്രൈസ് ചെയ്തതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവിടെ കൺഫർമേഷൻ വരിക എന്നുകൂടി പറഞ്ഞു നമ്മൾ അല്ലെ. ഈ ഇവാലുവേഷൻസ് മോണിറ്ററിംഗ് ഒക്കെ നടത്തി വാട്ട് ഓൾ തിങ്സ് ആർ കൺഫേംഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റാഫ്, ആ സ്റ്റാഫിന്റെ എന്ത് കാര്യങ്ങൾക്കൊക്കെ ഒരു കൺഫർമേഷൻ ആണ് ആ ഒരു ഇവാലുവേഷനിലൂടെ ഓർഗനൈസേഷൻ നടത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു. കൺഫർമേഷൻ ഓഫ് ജോബ്, ആ കാൻഡിഡേറ്റിനെ നമ്മൾ ജോബിലേക്ക് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ളത്. ഏത് വേണമെങ്കിലാകാം, ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. പ്രൊമോഷൻ കൊടുക്കണോ, ഇപ്പൊ കൊടുത്തിരിക്കുന്ന എന്താ പറയാ പ്രൊബേഷൻ പീരീഡിൽ അവർ കൊടുത്തിരിക്കുന്ന ജോലി എന്താ പറയാ അവർ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് വിളിക്കാം. S ആണ് കിട്ടിയിരിക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിംഗ്. A+ അല്ല, അതിനേക്കാൾ ഉപരിയാണ് എന്താ പറയാ S എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് മാർക്കൊക്കെ കിട്ടുന്നുണ്ട് ഡിഗ്രി ലെവലിലൊക്കെ. നമ്മളുടെ മാർക്ക് ലിസ്റ്റില് S എന്ന് പറയുന്ന ഒരു ഗ്രേഡ് കൂടി ഉണ്ട് ഇല്ലേ? ഉണ്ടോ? കിട്ടാത്തത് കൊണ്ട് അറിയില്ല എന്നാണോ? അങ്ങനെ ഒരു ഗ്രേഡ് ഉണ്ട് കേട്ടോ. അപ്പൊ A അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മള് എന്താ പറയാ A+നേക്കാളും ഉണ്ട് കേട്ടോ, അങ്ങനെ ഉണ്ട് കേട്ടോ നിഷ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്, അതായത് അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ആ ഒരു ഇതൊക്കെ വായിക്കുമ്പോ ആ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോ അതുപോലെ തന്നെ ഓരോ ജോലിക്കാരുടെയും അവരുടെ പ്രൊബേഷൻ പീരീഡിൽ അവരുടെ ഇവാലുവേഷൻസിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ കൺഫർമേഷൻ ഓഫ് ജോബ്, അവിടെയാണ് ജോബ് കൺഫേം ചെയ്യുന്നതും. അല്ല ഇത് ശരിയായ രീതിയിലല്ല, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് പോലും ആ ഒരു കാൻഡിഡേറ്റ് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് എത്തിയിട്ടില്ല എന്നാണെങ്കിൽ they can also reject ആ ഒരു ആളെ വേണമെങ്കിൽ നമുക്ക് ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യിപ്പിക്കാം, അവരുടെ സേവനം ഇവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കാം അല്ലെ, അവർക്ക് ഇന്ന ജോലിയാണ് കൊടുക്കുക, പക്ഷെ ഈ ജോലി ചെയ്യേണ്ടതല്ല. ബിക്കോസ് ആൾക്ക് ഭയങ്കര കഴിവുണ്ട്, ഭയങ്കര എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്, നമ്മൾ ഉദ്ദേശിച്ച ലെവലിനേക്കാൾ കൂടുതൽ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആളാണെങ്കിൽ we can be also promoted.
പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താ പറയാ ഈ ഇവാലുവേഷൻസ് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല സാലറി ഇൻക്രിമെന്റിന്, അതായത് ആൾക്ക് നമ്മൾ ഇത്രയാണ് സാലറി ഉദ്ദേശിച്ചത്, പക്ഷെ ആളുടെ പെർഫോമൻസ് മറ്റു കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ദേ ഫൗണ്ട് ദാറ്റ് അവര് കണ്ടെത്തിയത് ആ ആൾക്ക് ഇത്രയും സാലറിയിൽ അവിടെ ആൾക്ക് കൊടുത്താൽ പോരാ, ബിക്കോസ് ദേ ആർ ഡൂയിങ് സംതിങ് ബെറ്റർ. കാരണം അവര് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സോ ഇപ്പൊ എന്താ പറയാ 25,000 സാലറി കൊടുക്കാന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് 30,000 ആയിട്ട് കൊടുത്താലും നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് യാതൊരു രീതിയിലുള്ള ലോസ് സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ആളുടെ എഫിഷ്യൻസി, ആളുടെ ബുദ്ധി, ആളുടെ ഒരുപാട് കഴിവുകൾ നിർത്തിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മോണിറ്ററിംഗും ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ്, അതേസമയം തന്നെ അതിന്റെ ഒപ്പം തന്നെ ചില ആളുകൾ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനും ഓർഗനൈസേഷന് അധികാരമുണ്ട്. അതിനും കൂടി വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾക്ക് കൺഫേം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ മോണിറ്ററിംഗും evaluations ഒക്കെ HR policy പ്രകാരം നടത്തുന്നത്. And also sometimes the company or the organization can terminate the service of that particular staff. ആ സ്റ്റാഫിന്റെ ജോലി വേണ്ട എന്ന് വെക്കാൻ ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ടു മേക്ക് ആൻ എൻഡ് അല്ലെ, അവസാനിപ്പിക്കുക, ആളുടെ ജോലി അവസാനിപ്പിക്കാനും ആളുകൾക്ക് എന്താ പറയാ ടു ക്യാൻസൽ തന്നെ ടു മേക്ക് ആൻ എൻഡ്, അതായത് ടു പുട്ട് ആൻ എൻഡ്, അവസാനിപ്പിക്കാനും എന്ത് ചെയ്യാം ഈ കൺഫർമേഷൻസ് അല്ല ഈ വാല്യുവേഷൻസിലൂടെ ഓർഗനൈസേഷൻ സ്ഥാപിക്കും. ഓക്കെ, ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പൊ എല്ലാവരും എത്തിയോ? ക്ലാസ് തുടങ്ങിയപ്പോ 13 പേരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും നീട്ടിപ്പിടിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് ഹെഡിങ് ആണ് HR അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, HR അപ്രൈസൽ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അപ്രൈസൽ ആണ്. അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ വിലയിരുത്തുന്നത്, അത് എന്താ പറയാ ഈ അപ്രൈസൽ ചെയ്യുന്നത് അവരുടെ പെർഫോമൻസിന്റെ വർക്കിന്റെ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ഹൗ ദേ ആർ ഡൂയിങ് അല്ലെ. അപ്പൊ ഈ അപ്രൈസലിനെ കുറിച്ച് ചെറിയൊരു കാര്യം കൂടി നമുക്ക് അറിയണം. ഈ എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നമ്മളിവിടെ പഠിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. അവിടുത്തെ each and every staff members are evaluated or have appraisal during 6 months. ഏകദേശം 6 മാസം കൂടുമ്പോൾ each and every സ്റ്റാഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്രൈസൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അവർക്ക് അപ്രൈസൽസ് നടത്തുന്നുണ്ട്. എല്ലാ മെമ്പേഴ്സിനെയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയതായിട്ട് ഇപ്പൊ ന്യൂ സ്റ്റാഫ്സിലേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർക്ക് ജസ്റ്റ് ബിഫോർ, അതായത് അവരുടെ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ എന്താ പറയാ റിസോഴ്സ് അപ്രൈസൽ ചെയ്യുന്നത്. അവരുടെ അപ്രൈസൽ നടക്കുന്നത് ജസ്റ്റ് ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ പ്രൊബേഷൻ പീരീഡ്. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രൊബേഷൻ പീരീഡ് ഉണ്ടല്ലോ, എന്താ പറയാ 6 മാസമാണോ അത് പറയുന്നുണ്ട്. പ്രൊബേഷൻ പീരീഡ് അത് ഓരോ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആളുകളുടെ പ്രൊബേഷൻ പീരീഡ് ചില സ്ഥാപനങ്ങളിൽ 3 months ആയിരിക്കാം, ചിലർക്ക് 6 months ആയിരിക്കാം പ്രൊബേഷൻ പീരീഡ്, ചിലത് 1 year വരെ പോകുന്നത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിരിക്കാം ന്യൂ സ്റ്റാഫ്സിന്റെ ഒക്കെ അപ്രൈസൽസ് നടത്താം. അതേസമയം എല്ലാ സ്റ്റാഫ്സിന്റെയും അപ്രൈസൽസ് each and every 6 months കൂടുമ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 1 year എന്താ പറയാ ഈ പ്രൊബേഷൻ പീരീഡ് കൊടുത്തിരിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് അതായത് ജോലിയുടെ ആ ഒരു കാഠിന്യം അല്ലെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ പ്രൊബേഷൻ പീരീഡ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നത്. ചില ജോലിയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, പറ്റില്ലേ? പറ്റോ? ചിലതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടീച്ചിങ്ങിനൊക്കെ ചില സ്കൂളുകളിലൊക്കെ 1 year 1 year ഒക്കെ പ്രൊബേഷൻ പീരീഡ് കൊടുക്കുന്നുണ്ടോ? എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ടൊക്കെ കുറച്ചൊക്കെ നാളെ പഠിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അവിടെ ഇതുപോലെ പ്രൊബേഷൻ പീരീഡിലുള്ള ടീച്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ 1 year 2 years, അതായത് അവർ ആ പെർഫോമൻസ് ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പെട്ടെന്ന് നമ്മൾ എന്താ പറയാ പഠിച്ച് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഓടി അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇത്ര രൂപ സാലറിയുള്ള അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് പ്രൊബേഷൻ പീരീഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു ലെവലൊക്കെ നോക്കിയിട്ടാണ് പ്രൊബേഷൻ പീരീഡ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 3 months മേബി 6 months ആകാം, 1 year ആകാം. ഇനി 1 year ഒക്കെയാണ് ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് എന്താ പറയാ പ്രൊബേഷൻ പീരീഡ് എങ്കിൽ ഇൻ ഓർഡർ ടു സേഫ്ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ തുടക്കം തന്നെ ഒരു HR എന്താ പറയാ അപ്രൈസൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അപ്രൈസൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 3 months. ഇപ്പൊ 1 വർഷത്തേക്കാണ് കൊടുത്തത്. ഉദാഹരണത്തിന് ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയാ ഒരു ജോലിക്ക് കയറി എന്ന് വിചാരിക്കുക. ഇപ്പൊ
HA ഒക്കെ പഠിച്ചിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചിട്ട് ഞാൻ ജോലിക്ക് കയറി വിചാരിക്കാം. അപ്പൊ നമുക്ക് 1 year ആണ് പ്രൊബേഷൻ പീരീഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൺഫർമേഷൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത് നിങ്ങളുടെ കൺഫേം ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ആ 1 year വരെ നമ്മള് അവിടെ ആരും തിരിഞ്ഞു നോക്കാതെ ഇരിക്കുകയാണോ ചെയ്യുക? അല്ല. ആ ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ ആദ്യത്തെ 3 മാസം കഴിയുമ്പോഴേക്കും നമ്മളെ കുറിച്ചുള്ള ഒരു അസസ്മെന്റുകൾ അവര് നടത്തും ഇനീഷ്യലായിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് താല്പര്യം സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെ, നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അവർ വിലയിരുത്തും. 3 മാസം കൊടുക്കും. 1 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 3 months ആ ഒരു HRM പോളിസി പ്രകാരം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോളിസീസ് പ്രകാരം ഒരു വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പോലെ 1 year കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിയൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അസസ്മെന്റ് പിന്നീട് നടത്താം. ഓക്കെ, മനസ്സിലായോ സെന്റൻസ് എന്താണെന്ന്? അതായത് ദൈർഘ്യം കൂടുതലാണല്ലോ, പ്രൊബേഷൻ പീരീഡ് കൂടുതലാണ് 1 year വരെ. അപ്പൊ ഈ 1 year വരെ ഇവരെ അസസ് ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആളുകൾ അസസ് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ലെവൽ ഒരു 90% വരെ ആളുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നോക്കും. പിന്നെ അവര് ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ ജോലിയുടെ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ആ ജോലി വേണം എന്ന് നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പെർഫോമൻസ് ലെവൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സ്വയം എന്ത് ചെയ്യും, ശ്രമിക്കും അല്ലെ. ഒരു 90% ആളുകൾ അങ്ങനെ തന്നെയാണ്. അതിൽ 10% ചിലപ്പോൾ കുഴപ്പുന്നവരുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അത്രയും ദൈർഘ്യം കൊടുത്തു കഴിയുമ്പോൾ അവര് വിലയിരുത്താനൊക്കെ ലാസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പം ഈ ഒരു എന്നൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് അവരൊരു 3 months കഴിയുമ്പോഴേക്കും ഒരു അസസ്മെന്റ് നടത്തും. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദാറ്റ് 1 year, ആ ഒരു പ്രൊബേഷൻ പീരീഡ് ആയിട്ടുള്ള 1 year കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള അപ്രൈസൽസും നടത്തുന്നുണ്ട്. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ റിസൾട്ട് ഓഫ് ദിസ് HR അപ്രൈസൽ, ഈ ഹ്യൂമൻ റിസോഴ്സ് അപ്രൈസലിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് കൊണ്ട്, അതേസമയം നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് എന്നാണ് പറയുന്നത്. ഇനി അപ്രൈസൽ ടു ദ മാർക്ക്, ടു ദ സ്റ്റാൻഡേർഡ് ദേ ഹാവ് ഡിസൈഡഡ്, അവര് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക്, അല്ലെങ്കിൽ അവർ മാർക്ക് ചെയ്ത ലെവലിലേക്ക് എത്തുകയാണ്. അല്ലെങ്കിൽ അബൌട്ട് എക്സ്പെക്ടേഷൻ, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലെവലിലേക്ക് അവർക്ക് ആ ഒരു അപ്രൈസൽ നടത്തിയപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അവരുദ്ദേശിച്ച് അവർ ഇത്രയൊക്കെയാണ് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോർ ദാൻ ദെയർ എക്സ്പെക്ടേഷൻ എന്ന് വിചാരിക്കാം. ഞാൻ കൊടുത്തത് അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും കൂടുതൽ നല്ല ഒരു സേവനമാണ് എങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ മാനേജ്മെന്റിന് എന്ത് ചെയ്യാം, അവരുടെ കൺഫർമേഷൻ അപ്രൂവ് ചെയ്യാം. അതോടൊപ്പം തന്നെ ചില സ്പെഷ്യൽ കേസസിൽ, എക്സെപ്ഷണൽ കേസസിൽ സാലറി ഇൻക്രിമെന്റ് കൊടുക്കാം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെ ഈ ഒരു ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ കിട്ടും. പ്രൊബേഷൻ പീരീഡിൽ തന്നെ സാലറി ഇൻക്രിമെന്റും പ്രൊമോഷൻസും ഒക്കെ കൊടുക്കാനും ആർക്ക് ഒരു എന്താ പറയാ അധികാരമുണ്ട്, റൈറ്റ് ഉണ്ട് ഓർഗനൈസേഷന്. അത് ഇത് ഡിപ്പെൻസ് അപ്പോൺ അവർ പെർഫോമൻസ്. നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയുടെ പെർഫോമൻസ് ലെവൽ നോക്കിയിട്ടാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് അപ്രൈസൽസ് നടത്തിയിട്ടാണ്, അതായത് എംപ്ലോയീസിനെ അപ്രൈസൽസ് നടത്തി അവരുടെ പെർഫോമൻസ് വിലയിരുത്തി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഡ്യൂറിംഗ് ദ പ്രൊബേഷൻ പീരീഡ്. ഈ പ്രൊബേഷൻ പീരീഡിൽ തന്നെ ഇതെല്ലാം നടക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ആൻഡ് ആ പ്രൊമോഷൻ ഓൾസോ എന്ന് പറയുന്ന അവിടെ വരെ നമുക്കുള്ളൂ. ലാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ട്, അതിനെ പറ്റി തന്നിട്ട് അത് നമുക്ക് ആവശ്യമില്ല. ബിക്കോസ് അത് കഴിഞ്ഞ് കൺഫർമേഷൻ ലെറ്ററിലേക്ക് ഒരു ഗ്ലാൻസ് ഒരൊറ്റ നോട്ടം നടത്താം, പക്ഷെ അവിടെ നമുക്കില്ല. ആൻഡ് ചാപ്റ്റർ ഈസ് അപ് ടു ദ എൻഡ് നമുക്കറിയാം. അതിന്റെ താഴെ വേറെ കാര്യങ്ങളൊന്നുമില്ല. 86th ചാപ്റ്റർ അവിടെ എടുത്തോണ്ടിരിക്കുന്നുണ്ടാവും ടീച്ചേഴ്സ്, അത് കഴിഞ്ഞിട്ടും ഉണ്ടാകാൻ ചിലപ്പോ മേ ബി. അപ്പൊ അവിടെ വരെയുള്ള ആ ലാസ്റ്റത്തെ ലെറ്റസ് ലുക്ക് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില്ലേ, അത് നമ്മൾ എന്ത് സ്ട്രൈക്ക് ചെയ്തേക്കട്ടെ, അവിടെ സെന്റൻസ് ഇല്ല. ഓക്കെ. എടുത്തുകൊണ്ടിരിക്കുന്നു മെറ്റീരിയൽ മാനേജ്മെന്റ്, സോറി മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ ഇത്രയും വരെയുള്ളൂ. അപ്പൊ ഈ ഒരു കുഞ്ഞു പാരഗ്രാഫ് ഇന്ന് നമുക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിനകത്ത് ഒരു പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്.
കുഴപ്പമില്ലല്ലോ വായിച്ചിട്ട് ഓക്കെ 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 കുഴപ്പമില്ല. യെസ്, ഐ തിങ്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടുണ്ടാകും. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ അസസ്മെന്റ് ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകരിക്കേണ്ടത് കൂടിയാണ് കേട്ടോ. നമ്മളത് പ്രായോഗികമായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുക എന്നതിനേക്കാളുപരി അത് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് നമ്മളവിടെ പറഞ്ഞു വായിച്ചു കേട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസിലുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഈ എന്താ പറയാ ഡ്രസ് കോഡ് അല്ലെ, ഡ്രസ്സിംഗ് രീതി, മറ്റു രീതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പെർഫോമൻസ് അറ്റ് ടൈം ഓഫ് ഇന്റർവ്യൂ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ നമ്മൾ വെറുതെ തോന്നിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരാ അല്ലെ. വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ശ്രദ്ധിച്ച് കേട്ട് അല്ലെ അതിന് കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. സോറി, നമ്മളത് അറിയില്ല എന്ന് തന്നെ നമ്മളത് മെൻഷൻ ചെയ്യുകയും ചെയ്യുക അല്ലെ. ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ് എന്നൊക്കെ നമുക്കത് പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂസിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്നുകൂടി നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ആ ഒരു ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തത്. 5th മൊഡ്യൂൾ, അതായത് നമ്മുടെ PG-യിലെ ആദ്യത്തെ മൊഡ്യൂൾ അത് കണക്റ്റഡ് ആണ്. എന്താ പറയുക, നമ്മൾ 4th മൊഡ്യൂൾ വരെ നമ്മുടെ ഡിപ്ലോമ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞിരുന്നു. ഇത് PG-യില് അതിന്റെ 5th മൊഡ്യൂൾ, 5th 6th 7th 3 മൊഡ്യൂളാണുള്ളത്. അപ്പൊ 5th മൊഡ്യൂളിലെ 5th ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഒബിയസ്ലി ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പറയോ ഞാൻ പറയോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സാം അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എക്സാം അല്ല, നമ്മൾ 6th മൊഡ്യൂളുകളിലേക്കാണ് പോകുന്നത്. 6th മൊഡ്യൂളും 7th കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓരോ മൊഡ്യൂൾസിന്റെ എക്സാം. ബിക്കോസ് ഇത് കുറച്ച് എന്താ പറയാ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണ് ഓരോ മൊഡ്യൂളും, പക്ഷെ ലെങ്തി ആണെന്ന് മാത്രം അല്ലെ. കുറച്ച് കൂടുതൽ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിനകത്തുനിന്ന് അത്ര അധികം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെകഞ്ഞു കുത്തി എടുക്കാനുള്ളതല്ല. കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കൂടുതലും അല്ലെ. കുറെ ഇൻഫർമേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഒരു എന്താ പറയാ PG സെഷനിൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ 3 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് എക്സാംസ്, മോഡലും അതുപോലെ തന്നെ അതിന്റെ മെയിൻ എക്സാമും ഉണ്ടാകുക. ഓക്കെ, അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇനി ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് പറഞ്ഞിരുന്നു. അടുത്ത മൊഡ്യൂൾ, അതായത് 6th മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒന്നിച്ചിരി വെറുതെ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരിത് വായിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഇന്റർവ്യൂവില് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ഹൗ വിൽ യു റിയാക്ട്, എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിപ്ലൈസ് എന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ നേരം ചോദിക്കാട്ടാ. കാരണം എന്താണെന്നറിയോ, ചില ഈ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇൻ ബിറ്റ്വീനിൽ ഞാനിപ്പോ ഓണാക്കി ഓരോ കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ മറുപടി പറഞ്ഞു. മേ ബി ദേ ആർ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ആ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവര് അവർക്ക് സമയക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ അവർക്ക് ഉപകരിക്കുന്നതാണ് കേട്ടോ. പക്ഷെ ചിലത് ആളുകൾക്ക് അത് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ്, അപ്പൊ അവർക്ക് വേണമെങ്കിൽ ആ ലാസ്റ്റ് പോർഷൻ വേണമെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാനോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ചില കാര്യങ്ങൾ മറ്റുള്ളവരെയും കൂടി പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചോദിക്കാം. ലാസ്റ്റ് ഒരു 10 minutes. സോ ഷാൽ ഐ മൂവ് ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾ? നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോയാലോ? യെസ്. അപ്പൊ അടുത്ത മൊഡ്യൂളില് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചാപ്റ്റർ കണ്ട് നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്. PDF വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ക്ലാസ് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് PDF കൊടുത്തേക്ക് ഞാൻ പുതിയ ചാപ്റ്റർ തന്നു. ബാക്കി ടീച്ചേഴ്സിൻ്റെത് അവരുടേത് തീരുന്നതിന് വേണ്ടി കാത്തുനിന്നാലേ ഇത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. ഇതും ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് കാണുമ്പോ തന്നെ നിങ്ങൾ ചിലപ്പോ
ചാപ്റ്റർ നിങ്ങൾ ഡിപ്ലോമയില് പഠിച്ച് എന്താ പറയാ എന്തോ ഇതുപോലെ ആയിരുന്നു എന്ന് ടീച്ചേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ടീച്ചേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഈ ചാപ്റ്റർ എടുക്കാനും ഇച്ചിരി എന്താ പറയാ ഭയങ്കര അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ടീച്ചേഴ്സ് പറയേ ഇങ്ങനെ അവര് ഡിപ്ലോമയിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ? ഒരു എന്താ പറയാ മെജോറിറ്റി ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ തന്നെ ഇവിടെയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പി ജിയിലും ഉണ്ട്. ബിക്കോസ് ഇതെല്ലാം തന്നെ ആവശ്യമുള്ളത് തന്നെയാണ്. കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ടീച്ചേഴ്സ് വരുമ്പോൾ പറയുവേ ദുരന്തം വരുന്നത് ടീച്ചർ ദുരന്തത്തിന്റെ ക്ലാസ് എടുക്കാനായിട്ട് ദുരന്തം വരുന്നുണ്ടെന്ന് പിള്ളേർ വിചാരിക്കുന്നു ആ ഒരു ചാപ്റ്ററും കൊണ്ട് വരുമ്പോ. കാരണം ഇത് കുറച്ച് ലെങ്തി ആണെന്നുകൊണ്ട് 2-3 ദിവസമൊക്കെ ഈ എന്താ പറയാ ക്ലാസ്സിൽ വരുമ്പോ ഇതുകൊണ്ടായിരിക്കും ടീച്ചേഴ്സ് തന്നെ. അപ്പൊ മിക്ക ബാച്ചസിലുള്ള കുട്ടികളും അങ്ങനെ വിചാരിക്കുന്നുണ്ടാകുമോ എന്ന് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ലായിരിക്കും അല്ലെ? അപ്പൊ ഇനിയിപ്പോ കുറച്ച് ദിവസം ഞാനായിരിക്കും ദുരന്തം എന്ന് നിങ്ങൾ പറയാ ഉണ്ടെങ്കിൽ തന്നെ. ഓക്കെ, അത് എന്താ പറയാ ഇനിയിപ്പോ എന്തായാലും നമുക്ക് പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സോ വൈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്? നമ്മൾ എന്തിനാ ഈ ഹോസ്പിറ്റൽസിൽ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കണേ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇല്ലേ എന്തിനാ നമ്മളിപ്പോ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്? ഡിസാസ്റ്റർ എന്താ? ഡിസാസ്റ്ററിന്റെ വേർഡ് മീനിങ് എന്താ? ദുരന്തം അല്ലെ? ദുരന്തത്തിനെ മാനേജ് ചെയ്യുക. ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുൻപ്, ആഫ്റ്റർ ദുരന്തം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതൊക്കെ മാനേജ് ചെയ്യണം അല്ലെ? അതാണ്. സോ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്? എന്നാൽ ഈ ഹോസ്പിറ്റൽസും ഡിസാസ്റ്റർ മാനേജ്മെന്റും തമ്മിൽ എന്താ ബന്ധം എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി റിലേഷൻ അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കിത് പഠിക്കേണ്ടി വന്നത് ഇവിടെ അല്ലെ? കഴിഞ്ഞ ഇതിനകത്തും അല്ലെങ്കിൽ ഡിപ്ലോമയിലും ഒരു ലെങ്തി ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പഠിക്കാൻ. അതിൽ ഓൾസോ ഒട്ടും കുറവൊന്നുമല്ല, 10-34 പേജസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യലാണ്. ഓക്കെ, ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ സ്റ്റഡിങ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ. വാട്ട് ഈസ് ദ റീസൺ? എന്താണ്? ബിക്കോസ് ഇഫ് യു ഹാവ് ടു എക്യുപ്പ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതായത് ഒരു ഹോസ്പിറ്റൽസിലെ ഹെൽത്ത് കെയറുമായിട്ട് ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകളെ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫഷണൽസിനെ അവരെയൊക്കെ വളരെ നല്ല രീതിയിൽ എന്താ പറയാ അവർക്ക് നല്ല രീതിയിലുള്ള അറിവ്, നോളജ്, അവരുടെ സ്കില്ല് അല്ലെ ഇതൊക്കെ നേരത്തെ കുട്ടി പ്ലാൻ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അവരെയൊക്കെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക അല്ലെ? ഇൻ എ ലാർജ് സ്കെയിൽ എന്ന് വെച്ചാൽ ചെറിയ തോതിലൊന്നുമല്ല, വലിയ തോതിൽ ഇവർക്ക് അതിനു വേണ്ട ഈ ഡിസാസ്റ്ററിനെ നമുക്ക് എന്താ പറയാ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അറിവ് കൊണ്ടും സ്കില്ല് കൊണ്ടും ഒക്കെ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, പ്ലാൻ ചെയ്യിപ്പിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസീസ് ഒക്കെ ഏത് തരത്തിലുള്ള എന്താ പറയാ എമർജൻസി അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെല്ലാം ലാർജ് സ്കെയിലും വളരെ എന്താ പറയാ ചെറിയ തോതില വലിയ തോതിൽ അവർക്കൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ കാരണമാണ്. അതുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഫോർ വാട്ട് പർപ്പസ്? എന്തിനാണ് ഈ പറയുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ ഹോസ്പിറ്റൽസിലെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സ്റ്റാഫ്സിനെ നമ്മൾ ഇത്രയും ഇവർക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നോളജ് കൊടുക്കുന്നു, അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു, അവർക്ക് വേണ്ട സ്കില്ലുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിപ്പിക്കുന്നു? എന്തിനു വേണ്ടിയിട്ട്? ഫോർ എൻഷുറിംഗ് സേഫ്റ്റി ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. പേഷ്യൻസ് മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് സ്റ്റാഫ്സിനും അവരെയുള്ള സ്റ്റാഫ്സിനും പേഷ്യൻസിനും ഒക്കെ സുരക്ഷിതത്വം വേണം. ബിക്കോസ് ഡ്യൂറിംഗ് ദിസ് നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, കാരണം ഈ പറയുന്ന ദുരന്തങ്ങൾ ചിലപ്പോ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ദുരന്തമായിരിക്കാം,
ചിലപ്പോഴൊക്കെ അത് മാൻമെയ്ഡ് ആയിരിക്കും. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് പോലെയുള്ള നാച്ചുറൽ ദുരന്തങ്ങളും ഉണ്ട്. ഇതിനെല്ലാം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താ പറയാ ഒപ്റ്റിമൽ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അങ്ങനെ ഏത് സർക്കംസ്റ്റാൻസസിലും, ഏത് എക്സ്ട്രീം, ഏത് പരിധി വിട്ട കാര്യങ്ങളിലും സാഹചര്യങ്ങളിലും നമുക്ക് അവർക്ക് കൊടുക്കേണ്ട കെയർ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിന് മറ്റുള്ളവരെ ഒരുക്കുക. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ എല്ലാവരെയും ഒരുക്കുക, അതിനു വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള നോളജ് കൊടുക്കുക. ഇതെല്ലാം അത്യാവശ്യമാണ് ഏത് ഹോസ്പിറ്റൽസിൽ. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റൽസിലും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാര്യം വീണ്ടും പഠിക്കാനായിട്ട് ഡിപ്ലോമയിൽ പഠിച്ചു കുറെ, ഇനി വീണ്ടും നമ്മൾ ഇവിടെയും പഠിക്കുകയാണ്. ഇതാണ് ഇതിന്റെ കാരണം. ഞാൻ ചിന്തിച്ചു എന്താണ് അവിടെ ടീച്ചേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറയും, നമ്മളുടെ ടോപ്പിക്കുകൾ മാത്രമല്ല റെഫർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് അറിയില്ലായിരിക്കും. അപ്പൊ എന്താണ് ഈ ഡിസാസ്റ്റർ, അല്ലെ, ഇത് എന്തിന് പഠിക്കണം എന്നൊക്കെ അവിടെ ടീച്ചേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വിളിക്കുക ചോദിക്കും. അപ്പൊ മനസ്സിലായി നമുക്ക് അപ്പൊ ഞാനും ആലോചിച്ചിട്ട് എന്താണ് ഇങ്ങനെ ഇത് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യമാണ്. That means to make the professional staffs knowledgeable and skilled, and also they have to plan, prepare all these things when such extreme such emergencies occur. ഇത്തരം നമ്മൾ പ്രതീക്ഷിക്കാത്ത എമർജൻസീസ്, അത്യാഹിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ നേരിടാം, അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ ആളുകളെ, സ്റ്റാഫിനെയൊക്കെ പഠിപ്പിക്കുക, അവരെ അതിനുള്ള അറിവ് പകർന്നു കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിന് പരമാവധി നല്ല രീതിയിലുള്ള ഒപ്റ്റിമൽ കെയർ പ്രൊവൈഡ് ചെയ്യുക ഈ ഒരു സിറ്റുവേഷൻസിൽ. ഇതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊണ്ട് ഹോസ്പിറ്റൽസിൽ ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചേ തന്നെ മതിയാകും. എന്തൊക്കെ ഡിസാസ്റ്റേഴ്സ് നമുക്കറിയാം? മാൻമെയ്ഡ് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ കുറച്ച് എക്സാമ്പിൾസ് ഷെയർ ചെയ്യാമോ? പറയാൻ പറ്റുമോ? ഞാൻ ഇത് കൊടുത്തിട്ടില്ല, ഓൾമിറ്റ് കൊടുത്തിട്ടില്ല. പറയാൻ പറ്റുമെങ്കിൽ പറയും. യെസ്, എന്തൊക്കെ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്? ഫ്ലഡ് ഉണ്ട്, എർത്ത് ഉണ്ട്, ശരി. പിന്നെ ഫയറിങ്, ബോംബ്. പിന്നെ ഇതിനകത്ത് ഒന്ന് എന്താ പറയാ, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ? വിച്ച് ആർ മാൻമെയ്ഡ് ആൻഡ് വിച്ച് ആർ നാച്ചുറൽ? എങ്ങനെ വരും? നാച്ചുറൽ മാത്രം എക്സാമ്പിൾ പറഞ്ഞേ. നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാമോ? നാച്ചുറൽ മാത്രം. യെസ്, ഫ്ലഡ്, എർത്ത്, സുനാമി, ഇതൊക്കെ നാച്ചുറൽ ആണ്, അല്ലെ? നേച്ചറിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതുപോലെയുള്ള ഈ എർത്ത് അതുപോലെ തന്നെ എന്താ പറയാ ലാൻഡ് സ്ലൈഡ്, സുനാമി, പിന്നെ എന്താ പറയാ വോൾക്കാനോസ് ഇറപ്ഷൻസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ അങ്ങനെയാണ്. ഓക്കെ, ഇനി മാൻമെയ്ഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? എനി ഡിസാസ്റ്റർ വിച്ച് ഇസ് മാൻമെയ്ഡ്? യെസ്, ബോംബ് ഭീഷണികൾ, അല്ലെ? വാർ അല്ലെ? വേൾഡ് വാറുകളൊക്കെ കുറെ കാലഘട്ടങ്ങളൊക്കെ മുമ്പൊക്കെ ഫസ്റ്റും സെക്കൻഡും വേൾഡ് വാറുകളൊക്കെ കഴിഞ്ഞു, അല്ലെ? ഓരോ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ കെമിക്കൽസ് എക്സ്പ്ലോഷൻസ് ഒക്കെ, അതൊക്കെ മാൻമെയ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. ഓക്കെ, ഇത്തരം പിന്നെ വലിയ ആക്സിഡന്റുകൾ, കൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് ആയിട്ടൊക്കെ വരുന്നത്, ഇതൊക്കെ കുറെയൊക്കെ മാൻമെയ്ഡ് ആണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഡിസാസ്റ്ററുകൾ ഇങ്ങനെ രണ്ട് രീതിയിലും ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലെ? ആൻഡ് ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് പ്രോബ്ലം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് റൺ പ്രോബ്ലം. ഒരു ചെറിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല ഡിസാസ്റ്റർ. ദുരന്തം എന്ന് പറയുന്നത് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് മേ ബി പ്രൊലോങ്ഡ് ടു എ ലോങ് പീരീഡ് ഓഫ് ടൈം. അത് കുറച്ച് ദീർഘകാലത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം, അല്ലെ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു, ആ ഒരു പർട്ടിക്കുലർ ആ ഒരു രോഗം മാറുന്നത് വരെയാണ് നമുക്ക് ആ ഒരു ഇതൊക്കെ ദുരന്തമാണ്. നമ്മളപ്പോ വിചാരിക്കും, അല്ലെ, എനിക്ക് മാത്രമേ ഇങ്ങനത്തെ ദുരന്തങ്ങളുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊന്നും ദുരന്തമല്ല. അതൊരു ഷോർട്ട് റൺ പീരീഡിലേക്ക് വേണ്ടി മാത്രമുള്ള നമുക്കുണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ്, അല്ലെ? അതേസമയം ഇതുപോലെയുള്ള എർത്ത്, ഫ്ലഡ്, സുനാമി, അതുപോലെ വാർ, ഫെയർ ഒക്കെ വരുന്നതൊക്കെ, ലാൻഡ് സ്ലൈഡ്, ഇപ്പൊ അടുത്ത കാലത്തൊക്കെ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട്, അതുകൂടാതെ മറ്റുള്ള നാടുകൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ കണ്ടതുകൊണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് പെട്ടെന്നൊന്നും മാറുന്നതല്ല. ഇത് കുറെ ലോങ് പീരീഡിലേക്ക് നീണ്ടുനിൽക്കും. കാരണം നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തം നടന്നപ്പോ, ലാൻഡ് സ്ലൈഡ് നടന്നപ്പോ
ഉണ്ടായപ്പോ എത്ര ആളുകളുടെ വീടും വീട്ടുകാരും എല്ലാവരും നശിച്ചു പോയി, അല്ലെങ്കിൽ എല്ലാവരെയും കുറെ മിസ്സായി, കുറെ പേരെയൊക്കെ കിട്ടിയുള്ളൂ, കുറെ പേരൊന്നും കാണുന്നില്ല, വീടുകളെല്ലാം നശിഞ്ഞു അല്ലെ. ഇതൊക്കെ കെട്ടിക്കുക. നമ്മളൊരു വീട് ഒരു സ്വപ്നമാണ്. സ്വപ്നമായ ആ ഒരു സ്വപ്ന കൂടാരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇതിനെയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കി കളയുന്നു. അവർ അതിനകത്ത് വിചാരിച്ചോ എത്ര കാലഘട്ടം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്വപ്നമാണ് ഇങ്ങനെ വീടായിട്ട് പണിതുയർത്തിയത്. പക്ഷെ അതിനൊക്കെ അത് നിലം പതിക്കാനായിട്ട് അതിന്റെ ഫ്രാക്ഷൻ ഓഫ് ഒരു ഇത്ര സമയം പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് എന്താ പറയാ അതിനകത്ത് കാണുന്ന മറ്റൊരു കാര്യം. ഇനി അതൊക്കെ വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ സാധനങ്ങളായിരിക്കാം നമ്മുടെ ബിലോങ്ങിങ്സ്. നമ്മൾ അറിയാം ഒരു വീടാണെങ്കിൽ വീടിന്റെ ആധാരം, അതിന്റെ മെയിൻ പേപ്പേഴ്സ്, ഇതൊക്കെ വീണ്ടും രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരോട് പറയാറുണ്ട് ഞങ്ങളുടെ വീട് ഇന്ന സ്ഥലത്ത് നഷ്ടപ്പെട്ടു എന്നൊന്നും പറഞ്ഞാൽ അവര് വേഗം തന്നെ ഇതിന്റെ കോപ്പി കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ? തീർച്ചയായിട്ടും ഇല്ലേ. എത്ര പ്രാവശ്യം നമ്മൾ നടത്തിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നമ്മൾ നടക്കേണ്ടി വരും. അതിന്റെയൊക്കെ പിന്നാലെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ ഡോക്യുമെന്റിനോ ഒരു പേപ്പർ ക്ലിയർ ചെയ്യാനോ നമ്മൾ നടക്കുന്നത് എത്ര പ്രാവശ്യം നടക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയോ നിങ്ങള്. അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒരു ചെറിയ സമയം, ചുരുങ്ങിയ സമയം പറ്റുമോ? ഇല്ല. ഒരുപാട് കാലഘട്ടം ഈ പറയുന്ന ദുരന്തങ്ങളുടെ ആ ഒരു ആഫ്റ്റർ ഇഫക്ട് പ്രൊലോങ്ഡ്, ഒത്തിരി നാളത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന അത്യാപത്ത്, ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സിൽ ഹ്യൂമൻ ആയിട്ടുള്ള എന്താ പറയാ ആപത്തുകൾ വരുന്നുണ്ട്. മെറ്റീരിയൽസിന്, നമ്മുടെ മെറ്റീരിയൽസ്, വസ്തുക്കൾക്ക്, സാധനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ എൻവയോൺമെന്റൽ ലോസ്, നമ്മുടെ പ്രകൃതിക്ക് പകരെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് വരെ എന്തുണ്ട് പലതരത്തിലുള്ള നഷ്ടങ്ങളും വരുന്നുണ്ട്. ഇത് ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ, ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ അത് ബാധിക്കുമ്പോ ടു കോപ്പ് അപ്പ് വിത്ത് അതിനെയൊക്കെ നമുക്ക് അതിജീവിച്ച് അതിനോട് യോജിച്ച് ചേരാൻ, അതിന്റെ റിസോഴ്സസ് ഒരുപാടൊക്കെ നശിച്ചുപോയിട്ടുണ്ടാവും, അതൊക്കെ കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സീരിയസ് പ്രോബ്ലംസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലോ ഒരു ഏരിയയിലോ ഉണ്ടാകുമ്പോൾ ടു കോപ്പ് അപ്പ് വിത്ത് ഈച്ച് അതുമായിട്ട് യോജിച്ച് ചേർന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്ന അതൊരു സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാനും ആ സത്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ അത് ഉൾക്കൊണ്ട് അതിന്റെ ഇനി നെക്സ്റ്റ് വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് ചിന്തിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കണം അല്ലെ. അതാണ് മാനേജ്മെന്റ്. അല്ലാതെ നടന്നു ശരി ഇനി നമ്മൾ കഴിഞ്ഞിട്ട് നോക്കി ഇനി എന്തിനാ ഞാൻ ഇനി ഇതിൽ നിന്ന് പുനരുദ്ധരിക്കുന്നതിന്റെ കാരണം എന്താ? കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും വരും. സോ വൈ ഷുഡ് ഐ മേക്ക് ഇതുപോലുള്ള പ്രിപ്പറേഷൻസ് ഞാൻ ഇനി എന്തിനു ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. നമ്മൾ എവിടെ വീഴുന്നോ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കണം അല്ലെ. അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു ഓട്ട മത്സരം വെക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓടും. ഓടിക്കഴിയുമ്പോ ചിലപ്പോ തട്ടി നിറഞ്ഞൊക്കെ നമ്മൾ വീണു കഴിഞ്ഞാൽ ഇനി മറ്റുള്ളവരുടെ ഏറ്റവും ലാസ്റ്റ് ആയി പോകും ഞാൻ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്തിരിഞ്ഞ് ഓടുന്നതല്ലല്ലോ ശരി അല്ലെ. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് വരെ അവിടെ ചിലപ്പോ ഫെയിൽ ആയിരിക്കാം, സക്സസ് ആയിരിക്കാം. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്ന് നടക്കുകയുള്ളൂ എങ്കിൽ ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. ഒന്നില്ലെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. അതിന്റെ ഇടയിൽ വേറൊന്നും നമുക്ക് നടത്താനില്ല. തിരിച്ചു പോരുന്നത് അത് നമ്മൾ എന്താ പറയാ വീഴ്ത്തുവാണെന്ന് പറയും അല്ലെ. അപ്പൊ നമ്മളത് ട്രൈ ചെയ്തില്ല എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ഓടി അവരെക്കാൾ മുന്നേ വീണ്ടും എത്തിയേക്കാം അല്ലെ. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അങ്ങനെ വീണെടുത്തുന്ന എഴുന്നേറ്റ് ഓടുന്നവരെ ഇന്ന് ഏത് രീതിയിലും ജയിച്ചിട്ടുള്ളൂ. വീണ് കിടന്ന് തിരിഞ്ഞോടുന്നവർ ഒരിക്കലും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ റെഡി ആയിട്ടിരുന്നു. ഏത് തരത്തിലുള്ള ദുരന്തങ്ങളും ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കും. ബിക്കോസ് നമ്മൾ കേൾക്കുന്ന ഓരോ ദിവസവും ദൈനംദിനം നമ്മൾ കേൾക്കുന്ന ഓരോ ദുരന്തങ്ങൾ എന്തൊക്കെയാ കേൾക്കുന്നല്ലേ. കേൾക്കണമെന്ന് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വാർത്തകൾ ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ട് കേൾക്കുന്നതാണോ? അല്ല. പക്ഷെ അത് അങ്ങനെ ഒക്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാലഘട്ടത്തിന്റെ പ്രത്യേകതകള്, മനുഷ്യന്മാരുടെ ജീവിത രീതി പ്രശ്നങ്ങള്, അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന ഇന്നത്തെ മീഡിയാസ് കൊടുക്കുന്ന സന്ദേശങ്ങള് അല്ലെ, കാണുന്ന സിനിമകള്, ഒരുപാട് ഫാക്ടേഴ്സ് അതിന് എന്താ പറയാ ഉത്തരം പറയേണ്ടതാണ് അല്ലെ. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ജന്മന ഒരു മനുഷ്യനും എന്താ പറയാ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടല്ല ജനിച്ചു വരുന്നത്. അവൻ ജീവിച്ചു വളരുന്ന ചുറ്റുപാടിൽ നിന്നാണ്. അപ്പൊ ഇനി നമ്മൾ ഓരോ ഡിസാസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്കറിയാം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ ഡിസാസ്റ്ററിനെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ ഒക്കറൻസ് വിച്ച് കോസ് ഡാമേജ് ടു എക്കണോമിക് ഡിസ്ട്രപ്ഷൻ ഓർ
loss of human life and also deterioration of health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. ഏതെങ്കിലും ഒരു പ്രദേശം, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഏരിയ, പുറത്തുനിന്നുണ്ടാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് ആണ്. അത്തരം റെസ്പോൺസ് എന്തിനൊക്കെ നാശനഷ്ടം സംഭവിപ്പിക്കുന്നു? ഡാമേജ് ഉണ്ടാക്കുന്നു. അതായത് ആ ഏരിയക്ക് ഡാമേജ് ഉണ്ടാകുന്നു, സാമ്പത്തികമായിട്ടുള്ള എന്താ പറയാ ഡിസ്റപ്ഷൻ, സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു, ഹ്യൂമൻ ലൈഫിന്റെ നഷ്ടവും ഉണ്ടാകുന്നു. അതായത് മനുഷ്യന്മാരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്നു. മാത്രമല്ല ഹെൽത്തിന് ഡിറ്റീരിയറേഷൻ. ഈ ഡിറ്റീരിയറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീരിയർ ഇൻ ക്വാളിറ്റി എന്നാണ്. അതായത് ഗുണനിലവാരം കുറയുക എന്നാണ്. നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ ഗുണനിലവാരം കുറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ മാറും ഇത്തരം ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഒരു കാലഘട്ടത്തില് ഈ വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ ആളുകളൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന്മാർക്ക് ഭക്ഷിക്കാനായിട്ട്, ഭക്ഷണത്തിന് തന്നെ ഒരു നേരമൊക്കെ തന്നെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റാതിരുന്ന കാലഘട്ടം. എന്ന് വെച്ചാൽ അരി അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നില്ല. കാരണം ദുരന്തത്തിന്റെ ആ ഒരു കെടുതികള് ആ ഒരു പ്രദേശത്തെ മാത്രമല്ല ബാധിക്കുക, അത് പുറത്തേക്കൊക്കെ വ്യാപിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ പല നാടുകളിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പല വസ്തുക്കളും നമ്മുടെ നാട്ടിലേക്ക് എത്താതെ വരും, അല്ലെ? അപ്പൊ അങ്ങനെ ആളുകൾക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒക്കെ പറ്റാതെ വരും. അപ്പൊ പട്ടിണി ദാരിദ്ര്യമൊക്കെ ആയിട്ട് വീടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടും. അങ്ങനെയൊക്കെ കുറെ നാടുകളൊക്കെ അങ്ങനെ ജീവിച്ചിരുന്നു. അപ്പൊ മനുഷ്യന്മാരുടെ ഹെൽത്തിന്, ആരോഗ്യത്തിനും അത് ഭീഷണിയാകുന്നു. മാത്രമല്ല അത് ഒരു ചെറിയ പരിധിയിലല്ല, ഒരു ലാർജ് സ്കെയിലായിട്ട് വളരെ വൻ തോതിലാണ് ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല തിങ്സിന് നാശനഷ്ടം ഉണ്ടാകുന്നു, സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകുന്നു, മനുഷ്യ ജീവന് നഷ്ടം ഉണ്ടാകുന്നു, മനുഷ്യന്റെ ആരോഗ്യവും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഡിസാസ്റ്ററിന്റെ കാരണങ്ങൾ എന്നാണ് ആര് പറയുന്നത്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു. ഓക്കെ, അപ്പൊ എന്തിനൊക്കെയാണ് നഷ്ടമുണ്ടാകുക? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായ പ്രകാരം ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ആ ഒരു നഷ്ടം അല്ലെങ്കിൽ ആ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡാമേജ്, ഇക്കണോമിക്കലായിട്ടുള്ള ഡാമേജ്, ഇക്കണോമിക് ഡിസ്റപ്ഷൻ, അതായത് ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങള്, മനുഷ്യവിഭവത്തിനുള്ള നഷ്ടങ്ങള്, അവരുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഉണ്ടാകുക എന്നാണ് WHO വിശദീകരിക്കുന്നത് ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി ഈ ഡിസാസ്റ്ററിന്റെ എന്താ പറയാ പ്രൈമറി കോസസ് എന്നാണ് ആ സെന്റൻസിനകത്ത്. കേസസ് എന്ന് എഴുതിയേക്കണേ. നിങ്ങൾ അവിടെ നിന്ന് CAU കൂടെ ഒന്ന് ചേർക്കുക കേട്ടാ. നോട്ടില് അവിടെ എന്റെ നോട്ടിൽ അങ്ങനെയാണ്, നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താം. ഇൻ ജനറൽ ദ പ്രൈമറി കോസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, കോസസ് ആണ് കേട്ടാ. കോസസ് നോക്കാം. അപ്പൊ ഈ നമ്മുടെ ദുരന്തങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കാരണങ്ങളില്ലേ, അത് പ്രിവെന്റബിൾ അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ദുരന്തങ്ങളും അതിന്റെ എന്താ പറയാ ഈ ഉണ്ടാകുന്നതിന്റെ, ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഈ പല കാരണങ്ങളെയും നമുക്ക് ഇങ്ങനെ പലതായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാരണങ്ങൾ, പ്രൈമറി കോസസ്, ഇറ്റ് കനോട്ട് ബി പ്രിവെന്റ്. അത് നമുക്ക് തടയാൻ പറ്റുന്നതല്ല. ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും എന്താ പറയാ നമ്മൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുക. അത് പ്രാഥമികമായിട്ട് അതിന്റെ നമുക്കത് നോക്കിക്കണ്ട് അതൊരു ദുരന്തമാകാം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല. അതേസമയം സെക്കൻഡറി ഇഫക്റ്റ്, അതിന്റെ രണ്ടാമത്തെ ആയിട്ടുള്ള ദ്വിതീയമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇതിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാം? തടയാൻ പറ്റും. അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കാം. ഓൾസോ അറ്റ്ലീസ്റ്റ് വി ക്യാൻ മിറ്റിഗേറ്റ്. ഇതുകൊണ്ട് ഇതിന്റെ എന്താ പറയാ ഇഫക്റ്റീവ് അത് വളരെയധികം കുറയ്ക്കാം. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ലോ അല്ലെങ്കിൽ ടു മേക്ക് ലെസ്, അതായത് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ നാശനഷ്ടങ്ങളുടെ ആ ഒരു പരിധി ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അതിന്റെ കാരണങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ ദുരന്തം ഉണ്ടാകുന്നു, ആ കാരണം കണ്ടെത്തി അതറിയാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു വരില്ല. എങ്കിലും സെക്കൻഡറി ആയിട്ട്, ദ്വിതീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ തടയുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരുപാട് നാശനഷ്ടങ്ങൾ എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് കൊണ്ടുണ്ടായിട്ടുണ്ട്. അതായത് ലൈഫിന്, ആളുകളുടെ ജീവന്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഇതുപോലെ തന്നെ എന്താ പറയാ ഈ നമ്മുടെ ആംഡ് കോൺഫ്ലിക്റ്റ്, വാർഫെയർ ഒക്കെ നടന്നത്. ആംഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. യുദ്ധം, അതുപോലെ തന്നെ ആക്സിഡന്റുകൾ, അതുപോലെ ഡ്രോട്ട് എന്താ വരൾച്ച, അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലോഷൻസ്, കെമിക്കൽ ആക്സിഡന്റുകൾ, ഹരിക്കെയിൻ എന്താണ്?
ഈ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ഇതുകൊണ്ടുണ്ടാകുന്ന ഭീഷണികള്, അതുപോലെ earthquake, ഒരുപാട് നാശനഷ്ടങ്ങൾ വൻതോതില് ഓരോ നാടുകളിലും ഉണ്ടായിട്ടുണ്ട് ഈ ഡിസാസ്റ്റേഴ്സ് മൂലം. ഓക്കെ, അപ്പൊ ഇത് ഒക്കെ എന്താ പറയാ, ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. ഇറ്റ് കിൽ ഓർ ഇൻജുർഡ് മെനി പീപ്പിൾ. ഇത്തരം ദുരന്തങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ, ഇത്തരം അവസ്ഥകളൊക്കെ ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കുക ചെയ്യുന്നു. മാത്രമല്ല ചില ആളുകളെയൊക്കെ എന്താ പറയാ പാതി ജീവനില് അവിടെ മാറ്റി നിർത്തി. അത്തരം അതിന്റെ ഇമ്പാക്ട് ഇതൊക്കെയാണ്. ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുക, പകുതി ജീവനുമായിട്ട് രക്ഷപ്പെടുക, അല്ലെങ്കിൽ തീരെ അവസ്ഥ എന്താ പറയാ മോശം അവസ്ഥയിൽ മാറ്റിയിട്ട് ആ ദുരിതം പറയുന്നത് കടന്നു പോകുന്നു. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് അവിടെ എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഡിസാസ്റ്റേഴ്സ് അത് ഹ്യൂമൻ കൈൻഡിന് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റസ്റ്റ് ടോയിൽ എന്നാ പറയാ. എന്താ ഗ്രേറ്റസ്റ്റ് ടോയിൽ? ടോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര അധ്വാനം. അതായത് മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ അധ്വാനം കൊടുക്കുന്ന ഒരു പണിയാണ് ഏത്? ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. കാരണം ഇപ്പൊ അതുപോലെ ഒരു ദുരന്തം നേടി അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് ഞങ്ങളും, അല്ലെ? നമ്മള് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മോസ്റ്റ്ലി പറവൂർ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ. ഞങ്ങളൊക്കെ വെള്ളത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഒരു 6 ഫീറ്റ് പൊക്കത്തില് നമ്മുടെ വീടിനകത്താണ് കേട്ടോ, ഒരു 6 അടി പൊക്കത്തിലൊക്കെ വെള്ളപ്പൊക്കം വന്നു. ഇതില് 2018. അപ്പൊ അത്തരം ഒരു ഇതുപോലെയുള്ള ഒരു എന്താ പറയാ ഡിസാസ്റ്റർ ഫേസ് ചെയ്തവരാണ് നമ്മള്. 6 അടി പൊക്കത്തില് വെള്ളം വന്നു കഴിഞ്ഞപ്പോ നമ്മൾ മുങ്ങും. കാരണം നമ്മൾ 6 അടി ഇല്ലല്ലോ. 6 ഫീറ്റും അതുപോലെ 3 ഇഞ്ചസ് ഒക്കെ ഉള്ള നമ്മളൊക്കെ എന്തായാലും മുങ്ങി പോകുന്ന അവസ്ഥയിലായിരുന്നു. നമ്മുടെ വീടിനകത്തുണ്ടായിരുന്ന വെള്ളം, മുറ്റത്തല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. വീടിനകം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തറയൊക്കെ വരുമ്പോൾ ഇത്തിരി പൊക്കം കൂടി ഉണ്ടല്ലേ, അത്രയും പൊക്കത്തിൽ. അതായത് സ്വിച്ച് ബോർഡിന്റെ എബവിലാണ് നമുക്കൊക്കെ വീട്ടില് വെള്ളം. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് അതിൽ നിന്ന് നമ്മള് വെള്ളമൊക്കെ വെള്ളത്തിന്റെ പാട്ടിന് ഇറങ്ങിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5, 8, 10, 15 ദിവസം അധ്വാനിക്കാൻ വേറെ ആൾക്കാരില്ല. നമ്മുടെ വീടുകളിലുള്ളത് തന്നെ അധ്വാനിക്കാനുള്ളൂ. ഇത് ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അയൽപക്കത്തുനിന്നോ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുമ്പല്ലേ, അതൊന്ന് സഹായിച്ചു കൊടുക്കാം. ഇത് ക്ലീനിങ്ങിന് എല്ലാവരുടെ വീട്ടിൽ ഇത് തന്നെയല്ലേ അവസ്ഥ. അപ്പൊ ചെളിയും വെള്ളവും ഒക്കെ ആയിട്ട് നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ പഴയ രൂപത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ഇത്തിരി സമയമല്ല നമ്മൾ എടുത്തത്. അതാണ് ഹ്യൂമൻ കൈൻഡിന് അതൊരു ഭയങ്കര ടോയിലിംഗ് ആണ് എന്നാണ് പറയുന്നത്. ടോയിലിംഗ് മീൻസ് ടു വലിയ അധ്വാനം. ആ ഒരു ഡിസാസ്റ്ററിൽ നിന്നും നമുക്ക് മാറി കഴിഞ്ഞാലും ഉണ്ടാകുന്ന അധ്വാനത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതും അതിന്റെ അപ്പുറമാണ്. മനസ്സിലായോ? മാത്രമല്ല എന്താ പറയാ, അത് ഇതുപോലെയുള്ള നമ്മുടെ ഫ്ലഡ്, ഫയർ ഒക്കെ അറിയുമ്പോ, പിന്നെ ഫാമിംഗ് ഡിസാസ്റ്റേഴ്സ്, ഈ എന്താ പറയാ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ദുരന്തങ്ങളൊക്കെ, കൃഷിനാശമൊക്കെ ഉണ്ടാവും അല്ലെ. പിന്നെ എന്താ പറയാ മൾട്ടിറ്റ്യൂഡ് ഓഫ് റെഫ്യൂജീസ്, ഇനി പുറത്തെ സ്ഥലത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് അത്തരം ദുരന്തങ്ങൾ പ്രദേശങ്ങളിലേക്കൊക്കെ കുറെ ആൾക്കാർ എവിടെയെങ്കിലും ചെന്ന് എന്ത് ചെയ്യും, കുന്നുകൂടും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കുന്നുകൂടുമ്പോഴോ അവിടെയും പ്രശ്നമായിരിക്കും അല്ലെ. ഞങ്ങളൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞപ്പോ ഏതെങ്കിലുമൊക്കെ സ്കൂളുകൾ, നമ്മുടെ അടുത്തുള്ള സ്കൂളുകളൊക്കെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ പൊക്കത്തില് സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ പൊക്കത്തില് സ്ഥലം ഉണ്ടെങ്കിലും അവിടെ ആരും നിൽക്കാൻ ധൈര്യപ്പെട്ടില്ല. ബിക്കോസ് എന്താ, അടുത്തുള്ള വീടുകളിലൊന്നും ആരുമില്ല. നമ്മളൊന്നും ഒച്ചയുണ്ടാക്കി കരഞ്ഞാല് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി 2-3 ദിവസം അവിടെ കിടന്നേ, ആ ദിവസങ്ങളിലിടയിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായ്ക വന്ന് അവിടെ ഇരുന്ന് ഒച്ചയെടുത്തിട്ട് ആരെങ്കിലും കേൾക്കുമോ? ഇല്ല. അതിന് പകരം എന്ത് ചെയ്യാ, എന്തെങ്കിലും കുന്നുകൂടിയിരിക്കണമെങ്കിൽ 4 മനുഷ്യരുണ്ടാവുമല്ലോ എന്തെങ്കിലും നമുക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ എല്ലാവരും തങ്ങി 23,000 ആളുകളൊക്കെ തന്നെ അവരുടെ സ്കൂളിനകത്ത് വന്ന് നമ്മൾ ആ സ്കൂളിന്റെ അപ്സ്റ്റേഴ്സിലുള്ള ബിൽഡിങ്ങിൽ വന്ന് എന്ത് ചെയ്യുന്നത്, അവിടെ ഇതായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നിന്നു. പക്ഷെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും. അത്തരം റെഫ്യൂജീസ് കുറെ വന്ന് ഇങ്ങനെ പെടുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഡിസാസ്റ്റേഴ്സിന്റെ ചില പ്രോസസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകളും കൂടിയാണ്. ഓക്കെ, അത് എളുപ്പം മാറ്റി തീർക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ അധികം അധ്വാനവും ആവശ്യമുള്ള ഹ്യൂമൻ കൈൻഡിന്. അപ്പൊ ഇത്തരം ഡിസാസ്റ്ററുകളെ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യവുമാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ ഇവിടെ വരെ? എത്ര വരെ എടുക്കുന്നുള്ളൂ? അടുത്ത നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇനിയും ഒക്കെ അങ്ങനെ സമയം നീണ്ടു പോകും. ഓക്കെ, ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയാ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആ പേജ്, ആ ഒരു 1, 2, 3 പാരഗ്രാഫേ ഞാൻ എടുത്തിട്ടുള്ള 3 പാരഗ്രാഫ് ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കാം. നോട്ട് ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലാത്തവര് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന പ്രസന്റ് ചെയ്തിരിക്കുന്ന ഈ നോട്ടിലേക്ക് ഒന്ന് നോക്കാം.
ഒരു സെന്റൻസ് ഒന്നും അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ആദ്യത്തെ സെന്റൻസ്, a disaster is a serious problem occurring over a short or long period of time that causes widespread human, material, economic or environmental loss. അവിടെ തന്നെ environmental loss വരെ കേട്ടോ. വൈഡ്സ്പ്രെഡ് ആയിട്ടുള്ള ഹ്യൂമൻ മനുഷ്യന്മാർക്ക്, തിങ്സിന്, മെറ്റീരിയൽസിന്, ഇക്കണോമിക് രാജ്യത്തിന്, അതുപോലെ തന്നെ നാടിന്, അതുപോലെ എൻവയോൺമെന്റിനൊക്കെ നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള ചെറുതോ വലുതുമായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സീരിയസ് പ്രോബ്ലം തന്നെയാണ് എന്നാണ് ആ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസ് എൻവയോൺമെന്റൽ ലോസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നമ്മളുടെ ഹു ഡിഫൈൻ ചെയ്തിരിക്കുന്ന, WHO ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിസാസ്റ്ററിന്റെ ഇവിടെ വരെ മതി കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് എന്ന് വല്ലതും വരെ മതി, അവിടെ വരെ മതി. അത് കഴിഞ്ഞ് ഉള്ളത് വേണ്ട, അത്ര മതി. അതായത് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഡാമേജ്, ഇക്കണോമിക് ഡിസ്ട്രക്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡിറ്റോറിയേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ്, അവിടെ വരെ അണ്ടർലൈൻ ചെയ്തോ? അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക. അതൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കേണ്ട വരികളാണ്. ഇനി അടുത്ത പാരഗ്രാഫിനകത്ത് പ്രൈമറി കോസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആർ നോട്ട് പ്രിവെന്റബിൾ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. പ്രൈമറി കോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, കോസസ് തന്നെ വായിക്കുന്നത്. ഇനി അതിനകത്ത് തന്നെ സെക്കൻഡറി ഇഫക്ട്സ്, എന്നാൽ സെക്കൻഡറി ഇഫക്ട്സുകളെ നമുക്ക് എന്ത് ചെയ്യാം? അമനബിൾ ടു പ്രിവെൻഷൻ എന്ന് വെച്ചാൽ തടയാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു നഷ്ടങ്ങള് ലീസ്റ്റ്, അതായത് ഒരു പരിധി വരെ നമുക്ക് അതിനെ കുറയ്ക്കാൻ പറ്റും. മിറ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറയ്ക്കുക എന്ന് അർത്ഥം കേട്ടോ. മിറ്റിഗേഷൻ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡറി ഇഫക്ട്സ് ഹൗവർ ആർ അമനബിൾ ടു പ്രിവെൻഷൻ ഓർ ലീസ്റ്റ് മിറ്റിഗേഷൻ. ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ തടയാനും സാധിക്കും. സെക്കൻഡറി, രണ്ടാമത്തെ പ്രോസസ് ആണ് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ ഇഫക്റ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ അവിടെ വരെ ഒന്ന് നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ വരിക. ഓക്കെ, നമുക്ക് നമ്മളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിച്ചാലോ? ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നില്ലേ നിഷ? അതായത് ക്വസ്റ്റ്യൻസ് തന്നതെന്ന് പറഞ്ഞാലേ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നതല്ല. അതെ, നമ്മുടെ ഇവിടെ ഇല്ലേ, ഇവിടെ ഇന്റർവ്യൂല് ക്വസ്റ്റ്യൻ അയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് കണ്ടാ. സ്പെസിമെൻ ഓഫ് ആൻ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ അയറിൽ, അതായത് നമ്മളൊരു ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോ എന്താ പറയാ, കുറെ ക്വസ്റ്റ്യൻസ് അവർ നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കും. അല്ലാണ്ട് ഓടി വന്നിട്ട് നമ്മളെ കാണുമ്പോ ആ കാണുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. ഓൾറെഡി they have to prepare. അവര് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ HR-ലെ ഇന്റർവ്യൂലെ പാനലിലെ ആൾക്കാർ അവര് സ്വയം കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കും. ആ ചോദ്യങ്ങൾക്ക് നമ്മള് എന്താ പറയാ, അതിന്റെ ഒരു കുറച്ച് ചോദ്യങ്ങളുടെ സാമ്പിൾസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇന്ന ചോദ്യങ്ങളൊക്കെ ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമ്മളാണ് ആ ചോദ്യം ഫേസ് ചെയ്യുന്നതെങ്കിൽ ഹൗ വിൽ യു റിപ്ലൈ? നിങ്ങളുടെ മറുപടി എന്തായിരിക്കും എന്നാണ് എനിക്ക് അറിയാൻ ആഗ്രഹം. അതുകൊണ്ട് അതൊന്ന് എഴുതി വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് 2-3 ആഴ്ചയായി. ഇന്നലെ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തതല്ല, ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ടീച്ചർക്ക് അവർ ഞാൻ എടുത്തതുകൊണ്ട് ടീച്ചർക്ക് പോർഷൻ തീരാത്തത് കൊണ്ട് ടീച്ചർക്ക് വേണം എന്ന് പറഞ്ഞപ്പോ ടീച്ചർ എടുത്തത് വിചാരിച്ചിട്ട് നമ്മുടെ ആദ്യ ടീച്ചർക്ക് കൊടുത്തതാണ്. ഇന്നിപ്പോ എനിക്ക് ഓൾറെഡി ക്ലാസ് ഉണ്ടല്ലോ, ഇന്നില്ലായിരുന്നെങ്കിൽ കൊടുക്കില്ലായിരുന്നു. കഴിഞ്ഞ അറിയാലോ നിങ്ങൾക്ക്, ഡിപ്ലോമയിലൊക്കെ എനിക്ക് ആഴ്ചയിൽ 1 ക്ലാസ് ഒക്കെ ഉണ്ടായുള്ളൂ. ടീച്ചറിൽ ഇപ്പൊ 2 ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്തത്, അല്ലെങ്കിൽ കൊടുക്കില്ലായിരുന്നു കേട്ടോ. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? നമ്മൾ തുടങ്ങിയാലോ? ആർക്ക് പറയാം? ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ പോകണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്റർവ്യൂവിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ നേരെ നിന്ന് എല്ലാം പറയാനും ഇതൊക്കെ പറ്റണം. അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കിൽ പോവുക, ആരെങ്കിലും പറയുന്നത് പറയുമ്പോ അവര് പറഞ്ഞോട്ടെ, ആരെങ്കിലും പേര് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പേര് വിളിക്കാതെ ആർക്ക് പറയാം? കാരുണ്യ, യെസ് സ്റ്റാർട്ട്. അപ്പൊ പറഞ്ഞു കാരുണ്യ, ഇതിനൊക്കെ ഒന്ന് മറുപടി ഒന്ന് പറഞ്ഞേ. ചെയ്തിട്ടില്ല. യെസ്, ഒന്ന് പറഞ്ഞേ. കാരുണ്യ ഡിസ്ക്രൈബ് യുവർസെൽഫ്. സോ വാട്ട് വിൽ ബി യുവർ റിപ്ലൈ?
Hello, ma'am. Good morning. My name is Karunya. I'm from Trishur. I have recently completed my course in hospital administration, and I'm eager to launch my career in this field. Although I don't have any direct experience in this field, I'm a quick learner and thrive in environments where I can grow, I can learn and grow. I come from a close knit family of four, and I'm excited to bring my skills and enthusiasm to a dynamic team. യെസ്, Thank you. വെരി ഗുഡ്, വെരി ഗുഡ് കാരുണ്യ. ഇത് Thank you, ma'am. കയ്യടി കൊടുക്കാം നമുക്ക് കാരുണ്യക്ക്. കാരുണ്യ വളരെ നല്ല രീതിയിൽ സ്വയം ആളെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നു അല്ലെ. ഒന്ന് കൈയടിക്കാൻ പറ്റുമോ എല്ലാവർക്കും? Thank ഒന്ന് you, ma'am. സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് കൈയടിച്ചു. കൈയടിക്കുന്ന സൗണ്ട് ഞാൻ Thank you, കാരുണ്യക്ക് ഒരു ma'am. clap കൊടുക്കൂ, please. Yes. Okay. Okay, well done. Thank ഓക്കെ, you, അപ്പൊ ma'am. നമ്മള് എപ്പോഴും ഇതുപോലെ ആക്റ്റീവ് ആയിരിക്കണം, നമ്മള് ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കണം. അതിന് നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് ഇപ്പൊ എവിടെയൊക്കെ ഇതുപോലെ നമുക്ക് നമ്മളുടേതായ കഴിവുകൾ തെളിയിക്കാൻ പറ്റും, നമ്മളുടെ കഴിവ് തെളിയിക്കുന്ന അവസരം നമ്മളെ കാത്തിങ്ങോട്ട് വരുന്നു വിചാരിക്കരുത്. അത് കണ്ടെത്തി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു എന്താ ഉള്ള ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ഒന്ന് പറഞ്ഞു ഒന്ന് കാരുണ്യ. ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ ബാക്കിയുള്ളവർക്ക്. പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്തേ. നമുക്ക് ടൈം ഉള്ളത്. I don't have any experience in this field. So I'm skip to next question. അതുമില്ല. അതൊന്നും വേണ്ട നമുക്ക്. Why are you planning to leave the present company? Because you are don't having any experience. Okay, അത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. why should the company hire you? അതിന് നമുക്ക് ഒരു ആൻസർ കൊടുക്കണമല്ലോ. എന്തിന് കാരുണ്യം നമ്മൾ ഓർഗനൈസേഷനിലേക്ക് എടുക്കണം? What will you give to our organization? Yeah, even though I don't have any experience in this field, but I'm a quick learner. I am a good team player also. I can learn from. I can dedicate myself for this company and with their policies or culture, whatever. I'm a I would like to take good challenges with my colleagues, and I can finish the task with lot of pleasure. Yes. I build a strong relationship with colleagues, and I can supervise them also, and I will support them with their works. Yes. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ അവരെ അങ്ങോട്ട് പൊക്കണം. കാരണം നമുക്കൊരു ഈ ഒരു സ്ഥാപനം നമുക്കൊരു ജോലി തന്നു കഴിഞ്ഞാൽ whatever it may be, നമ്മൾ നമ്മുടെ കൊളീഗ്സുമായിട്ട് എങ്ങനെയായിരിക്കും, നമ്മൾ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും അല്ലെ. after all ഇതിനെല്ലാം പുറമെ വിൽ ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ we will do our best. I will do our best, my best for the development of the organization. ആ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എന്നെ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, how long will you stay in our company? I would like to stay forever because this company is a good company. I hear a lot about you. I would like to, if I'm working with happiness, gladness with I'm working with you. ഓക്കെ, സോ അതെന്നെയാണ് ഒരു കമ്പനിയോടൊപ്പം നിങ്ങൾ എത്ര കാലം ഇവിടെ ഉണ്ടാകും എന്നാണ് അല്ലെ. ഞാൻ ഒരു കൊല്ലത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നതല്ല അല്ലെ. ആസ് ലോങ് ആസ് നമ്മൾ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ ഐ ബി വിത്ത് യു ഫോർ എവർ. നമുക്ക് പറ്റുന്ന അത്രയും കാലം അല്ലെ, ഞാനുള്ളിടത്തോളം കാലം എന്നൊക്കെ നമുക്ക് പറയാം. അത്രയും കാലം ഐ എം നോട്ട് പ്രെഡിക്റ്റിംഗ് എനി ഡേറ്റ് ഓർ എനി ഇയർ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്യൂറേഷൻ ഐ എം നോട്ട് പ്രെഡിക്റ്റിംഗ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി അങ്ങനെ ഒരു ഡ്യൂറേഷനോ അതൊന്നും പറയുന്നില്ല. ഫോർ എവർ എന്ന് തന്നെയാണ് ചേർക്കേണ്ടത്. അതാണ് അവർക്ക് പ്ലീസിംഗ് ആയിരിക്കുള്ളൂ. ആൻഡ് വാട്ട് ഈസ് യുവർ എക്സ്പെക്ടഡ് സാലറി എന്ന് ചോദിച്ചാൽ I don't have any experience in this field, ma'am, so I don't know about the salary. I think that you will give me a salary for me for my work.
Okay, so I'm not expecting such a salary, and I'm sure നിങ്ങൾ എനിക്ക് എന്താ പറയാ ഒരു റീസണബിൾ സാലറി വിൽ ഗിവ് നിങ്ങൾ തരുമെന്ന് ഐ നോ, ഐ എക്സ്പെക്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾ ഒരു നല്ല സാലറി അക്കോർഡിംഗ് ടു മൈ പെർഫോമൻസ് അല്ലെ, എന്റെ പെർഫോമൻസ് അനുസരിച്ച് ഒരു എന്താ പറയാ കുഴപ്പമില്ലാത്ത ഒരു സാലറി തരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലെ. കൃത്യമായിട്ട് എമൗണ്ട് പറയുന്നവരുണ്ട് കേട്ടോ. I would like to get a salary between എന്താ പറയാ 25,000 to 30,000 അല്ലെങ്കിൽ 30,000 to 50,000 എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നവരുണ്ട്. നേരത്തെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഐ വാസ് ലേണിംഗ് സാലറി ഓഫ് റുപ്പീസ് ഇത്ര എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഞാൻ ഇവിടെ ഇത്രയാണ് കിട്ടിയിരുന്നത്, ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ പെർഫോമൻസിന്റെ ലെവൽ അനുസരിച്ച് ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഇത് നമ്മൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആൻസർ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ നമ്മൾ ആ സമയത്ത് അവർ ചോദിക്കിട്ട് അന്നേരം നമുക്ക് ആ സമയത്തുള്ള പോലത്തെ ഉത്തരം പറയാം. അല്ല, ഇതൊരു ക്വസ്റ്റ്യൻ ആയാലും തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇതെല്ലാം തന്നെ ചോദിക്കുന്നത് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓരോ എന്താ പറയാ കാൻഡിഡേറ്റ്സും അവരുടെ മുമ്പിൽ വരുമ്പോൾ അവരത് ചോദിക്കും. സോ യു ഹാവ് ബി പ്രിപ്പയർഡ്, അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചോദിക്കാം. സോ കാരുണ്യയും അതുപോലെ ബാക്കിയുള്ളതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അത് എനിക്കറിയാം. അത് കാരുണ്യയും അതുപോലെ തന്നെ ആൻസർ പറയേണ്ടി വരും, ബാക്കിയുള്ളവരോട് ചോദിക്കും കേട്ടോ. അപ്പൊ അവരൊന്ന് പ്രിപ്പയർ ആയിട്ട് വരാം. കുറച്ച് പേര് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അത് അവർക്ക് അറിയില്ലായിരുന്നു, അപ്പൊ അവരും കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് വരാം. സോ see you next day. Bye. Thank you, ma'am. Thank you, ma'am. Okay.